السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. പിതാവ് കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഏതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നുവോ ആ അള്ളാഹുവിനെയും കുടുംബബന്ധവും സൂക്ഷിക്കുക. നിശ്ചയം അവൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സത്യവിശ്വാസികളെ, മഹാനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കരുണാർദ്രമായ ഹൃദയവും ഉന്നതമായ പദവിയുമുള്ള ഒരാൾ, വറ്റാത്ത ഉറവയും നിലക്കാത്ത സ്നേഹപ്രവാഹവുമാണ് അദ്ദേഹം. അതാണ് പിതാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പിതാവിനെ സാക്ഷിയാക്കി സത്യം ചെയ്ത് ഇപ്രകാരം പറഞ്ഞു, വവാലിദിൻ വമാ വലദ്. പിതാവ് ആദമിനെയും സർവസന്തതികളെയും കൊണ്ടും ഞാൻ ശപഥം ചെയ്യുന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പിതാവ് കുടുംബത്തിൻ്റെ നെടുന്തൂണും ആധാരവുമാണ്. കുടുംബത്തിൻ്റെ കോട്ടയും കരുത്തുമാണ് പിതാവ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും ചുമലിലേറ്റി സ്വന്തം ഹൃദയം കൊണ്ട് ആ പിതാവ് കുടുംബത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. തൻ്റെ മകനോടുള്ള സ്നേഹത്താൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രമാത്രം ദുഃഖം സഹിച്ചിരുന്നു, എത്രമാത്രം ദുഃഖിച്ചിരുന്നു എന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മകൻ അകന്നു പോകുന്നതിനെക്കുറിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി. അവനെയും കൊണ്ട് നിങ്ങൾ പോവുക എന്നത് എന്നെ അതീവ ദുഃഖിതനാക്കുക തന്നെ ചെയ്യും. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം. കടുത്ത ദുഃഖം മൂലം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ 2 കണ്ണുകൾ വെളുത്തുപോയി. ആഴമേറിയ സങ്കടം കടിച്ചമർത്തി. അത്രമേൽ തീവ്രമായിരുന്നു പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ വികാരം. ഒരു പിതാവ് പ്രതിഫലം ആഗ്രഹിക്കാതെ സ്നേഹിക്കുകയും ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുകയും ചെയ്യുന്നു. പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വീട്ടിലെത്തുമ്പോൾ തൻ്റെ സങ്കടങ്ങളെല്ലാം വീട്ടുവാതിൽക്കൽ ഉപേക്ഷിച്ച് മക്കളുടെ മുന്നിൽ പുഞ്ചിരിയോടെ ആ പിതാവ് പ്രവേശിക്കുന്നു. മക്കളുടെ മുഖത്ത് സന്തോഷം കാണുക മാത്രമാണ് ആ പിതാവിൻ്റെ ലക്ഷ്യം. താൻ അനുഭവിച്ചതിനേക്കാൾ നല്ല ജീവിതവും തനിക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച വിദ്യാഭ്യാസവും അവർക്ക് ലഭിക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിക്കുന്നു. സ്വന്തം ആയുസ്സിൻ്റെ വസന്തകാലം മക്കളെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടി ആ പിതാവ് ചെലവഴിക്കുന്നു. വേദനകൾ ഉള്ളിലൊതുക്കി തൻ്റെ വിഷമങ്ങൾ ആരോടും പരാതിപ്പെടാതെ കുടുംബത്തിന് വേണ്ടി ആ പിതാവ് നിലകൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അറിയുന്നവനാണ്. മനസ്സിലുള്ളതെല്ലാം അള്ളാഹുവിന് അറിയുന്നവനാണ്. മക്കൾ ഉറങ്ങുമ്പോൾ എത്രയോ രാത്രികളിൽ ആ പിതാവ് ഉറക്കം വിളിച്ചിരുന്നു. അവർ അറിയാതെ ആ മക്കൾക്ക് വേണ്ടി എത്രയോ പ്രതിസന്ധികളിൽ ആ പിതാവ് ക്ഷമയോടെ പൊരുതി. പിതാവില്ലാത്ത ഒരനാഥനോട് ചോദിച്ചു നോക്കൂ, പിതാവിൻ്റെ കരുതലും സംരക്ഷണവും തണലും എത്ര വലുതാണെന്ന്. പിതാവിൻ്റെ അഭാവം ഒരു മകൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ശൂന്യത മറ്റാർക്കും നികത്താനാവില്ല. എന്നിട്ടും പിതാവിൻ്റെ സാന്നിധ്യം എന്ന അനുഗ്രഹത്തെ വിലമതിക്കാത്ത മക്കളെ ഓർത്ത് അത്ഭുതം തോന്നുന്നു. പിതാവിനോട് ശബ്ദമുയർത്തുന്നവർ, മുഖം കറുപ്പിക്കുന്നവർ, പിതാവിനെ കാണാതെ ഒഴിഞ്ഞുമാറുന്നവർ, പിതാവിൻ്റെ അഭിപ്രായങ്ങളെ പരിഹസിക്കുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അവർക്കറിയില്ലേ? വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. തനിക്കല്ലാതെ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കരുതെന്നും മാതാപിതാക്കളോട് ഉദാത്ത സമീപനം പുലർത്തണമെന്നും താങ്കളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു. ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിദർ റബ്ബി ഫീ റിദൽ വാലിദ് വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്. പിതാവിൻ്റെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, പിതാവിൻ്റെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ പിതാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. പുറമെ കടുപ്പക്കാരനായി തോന്നിയാലും പിതാവിൻ്റെ ഹൃദയം വളരെ മൃദുലമാണ്. മകൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനുസരണക്കേട് ശാരീരികമായ രോഗത്തേക്കാൾ പിതാവിനെ വേദനിപ്പിക്കുന്നു. മകൻ്റെ ഒരു കഴുത്തു നോട്ടമോ കഠിനമായ വാക്കുകളോ ആ പിതാവിൻ്റെ ഉള്ളുലക്കും. മകൻ അതൊരു നിസ്സാര കാര്യമായി കരുതിയേക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമാണ്. പിതാവിനെ ബുദ്ധിമുട്ടിക്കുന്നവൻ്റെ അവസ്ഥ അന്ത്യനാളിൽ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. താൻ ദുനിയാവിൽ അനുവർത്തിച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും ഹാജരാക്കപ്പെട്ടതായി
ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന നാൾ സ്മരണീയമാണ്. വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ചെയ്തുപോയ ദുഷ്പ്രവൃത്തികളും സമർപ്പിക്കപ്പെടും. അവക്കും തനിക്കുമിടയിൽ വളരെ അകന്ന ദൂരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പോകും. അന്ന് തൻ്റെ ഓരോ നോട്ടവും ഓരോ വാക്കും പിതാവിന് വരുത്തിവെച്ച ഓരോ പ്രയാസവും ചെയ്ത നന്മകളും എല്ലാ കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് പിതാവിന് ഖിദ്മത്ത് ചെയ്യാനും പിതാവിൻ്റെ വാക്കുകൾ അനുസരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. പിതാവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സഹോദരങ്ങളുമായി വഴക്കിടരുത്. കാര്യങ്ങളിൽ പിതാവിൻ്റെ ഉപദേശം തേടുക. പിതാവിൻ്റെ കൈകളും ശിരസും ചുംബിച്ച് ആദരവുകൾ അർപ്പിക്കുക. പിതാവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എഴുന്നേറ്റു നിന്ന് ആ പിതാവിൻ്റെ കൈ പിടിച്ച് ചുംബിക്കുകയും തൻ്റെ സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യുമായിരുന്ന പ്രിയ പുത്രി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മാതൃക നാം എല്ലാവരും പിന്തുടരണം. നിങ്ങളുടെ സമയവും സമ്പത്തും പിതാവിനായി മാറ്റിവെക്കുക. പിതാവിൻ്റെ സമ്പാദ്യം കൊണ്ട് വളർന്നു നിങ്ങൾ ആ പിതാവിന് വേണ്ടി ചെലവഴിക്കാൻ മടി കാണിക്കരുത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിനുള്ളതാണ്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ പിതാവിന് ഇപ്പോൾ വളർന്ന് വലുതായി ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? പിതാവിൻ്റെ വിഷമങ്ങളിൽ നിങ്ങൾ പങ്കുചേരാറുണ്ടോ? തീർച്ചയായും മനസ്സിലാക്കണം, പിതാവ് എന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്, സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിതാവ് സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ്. ഒന്നുകിൽ പുണ്യപ്രവൃത്തികളിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് തുറക്കാം, അല്ലെങ്കിൽ അനുസരണക്കേടിലൂടെ അത് അടച്ചു കളയാം. അതിനാൽ പിതാവിൻ്റെ അവകാശങ്ങൾ നിറവേറ്റുക, പിതാവിൻ്റെ ഏകാന്തതയിൽ തുണയാവുക, പിതാവിൻ്റെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുക, പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാതിരിക്കുക, പിതാവിൻ്റെ മുന്നിലൂടെ നടക്കാതിരിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ആദരിക്കുക, അവരോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുക, കാത്തുസൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ മുറുകെ പിടിക്കുക. നല്ലവനായ മകനെ, നീ അറിയുക, നിന്റെ പിതാവിനെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ടവനാണ് നിങ്ങളുടെ വലിയുപ്പയും. പ്രവാചകൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല സ്വഹാബികളും ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പ്രായമേറും തോറും ഒരാളുടെ ശാരീരിക അവശതകൾ വർദ്ധിക്കുന്നു, അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് മനസ്സിന് കൂടുതൽ വേഗത്തിൽ വിഷമം ഏൽക്കുകയും സ്നേഹത്തോടെയുള്ള ഒരു തലോടലിനും നല്ല വാക്കിനും അവർ ഏറെ കൊതിക്കുകയും ചെയ്യും. അവിടെയാണ് സൽസ്വഭാവികളായ മക്കളുടെ മഹത്വം വെളിപ്പെടുന്നത്. തൻ്റെ പിതാവിൻ്റെയോ വല്യുപ്പയുടെയോ വാർദ്ധക്യത്തെ അവരെ സേവിക്കാനും അവരുടെ ഏകാന്തത മാറ്റാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാനുമുള്ള ഒരു അവസരമായി ഭാഗ്യവാനായ മകൻ കാണുന്നു. അവൻ ആ അവസരം മുതലെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൽപ്പിച്ചത് ഇപ്രകാരമാണ്: ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരിലൊരാളോ ഇരുവരും തന്നെയോ വാർദ്ധക്യപ്രാപ്തരായി നിന്റെ സമീപത്തുണ്ടാകുന്നുവെങ്കിൽ അവരോട് ഛേ എന്നു പോലും പറയുകയോ കയർത്തു സംസാരിക്കുകയോ ചെയ്യരുത്. ആദരപൂർണമായ വാക്കുകൾ പറയുക. അതുകൊണ്ട് നിന്റെ പിതാവോ വല്യുപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ മരണപ്പെട്ട് അവരുടെ മേൽ മണ്ണ് മൂടുന്നതിന് മുമ്പ് അവരുടെ സാന്നിധ്യം നീ വലിയൊരു നിധിയായി കാണുക. അവരുടെ തൃപ്തി തേടുക, അവരുടെ പ്രാർത്ഥനകൾക്കായി അപേക്ഷിക്കുക. കാരണം ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലൊന്ന് പിതാവ് മകന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. തൻ്റെ പിതാവിൻ്റെയോ വല്യുപ്പയുടെയോ കാര്യത്തിൽ വീഴ്ച വരുത്തിയവർക്ക് തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഇന്നു മുതൽ അതിനൊരു തുടക്കമാവട്ടെ. അവരുടെ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു വാക്ക് പറയുക. കഴിഞ്ഞുപോയ കുറവുകൾ പരിഹരിക്കാൻ അവരെ സേവിക്കുക. മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മ ഒരിക്കലും വെറുതെയാവില്ല. അത് നിനക്ക് തന്നെ തിരികെ ലഭിക്കുന്ന ഒരു കടമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനെ എത്രമാത്രം ആദരവോടെയും സ്നേഹത്തോടെയുമാണ് യാ അബതി, എൻ്റെ പ്രിയപ്പെട്ട പിതാവെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത്. അതിന് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകിയത്, എൻ്റെ പ്രിയ പിതാവെ, യാ അബതി ഫഅൽ മാ തുഅ്മർ, അങ്ങ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊള്ളുക എന്ന് തിരിച്ചു പറയുന്ന
സൽസ്വഭാവിയായ ഒരു മകനെയാണ്. ഇനി നിന്റെ പിതാവോ വലിയപ്പയോ ഈ ലോകത്തോട് വിട പറഞ്ഞവരാണെങ്കിൽ നിനക്ക് അവരോടുള്ള നന്മ അവിടെ അവസാനിക്കുന്നില്ല. അവരുടെ ഖബറിടം സന്ദർശിക്കുക, നിന്റെ നിസ്കാരങ്ങളിൽ അവർക്കായി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ സ്വതക ചെയ്യുക, അവരുടെ നല്ല കാര്യങ്ങളെ സ്മരിക്കുകയും അവരുടെ കടങ്ങൾ വീട്ടുകയും അവർ ബാക്കി വെച്ച നല്ല വസിയത്തുകൾ പൂർത്തിയാക്കുകയും ചെയ്യുക. അവരുടെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഉള്ള ബന്ധം നിലനിർത്തുക. ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബറൽ ബിർ അയ്യസുല റജുലു അഹ്ല വുദ്ദി അബീഹ്. ഒരാൾ തന്റെ പിതാവിന്റെ സുഹൃത്തുക്കളുമായി സ്നേഹിതരുമായി ബന്ധം പുലർത്തുക എന്നത് ഏറ്റവും വലിയ പുണ്യങ്ങളിൽപ്പെട്ടതാണ്. തങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും സ്മരണശേഷവും അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുകയും അത് സ്വന്തം ജീവിതചര്യയായി മാറ്റുകയും ആ സ്വഭാവം മക്കളിലേക്കും പേരമക്കളിലേക്കും പകർന്നു നൽകുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അള്ളാഹുവേ, മാതാപിതാക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വന്നുപോയ പിഴവുകൾ നീ പുറത്തു തരണേ അള്ളാഹ്. മരണപ്പെട്ടവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവർക്ക് എല്ലാവിധ ഖൈറും നൽകണേ അള്ളാഹ്. അള്ളാഹുവേ, അവർക്ക് സേവനം ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. ചെറുപ്പത്തിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് അള്ളാഹ്. അള്ളാഹുവേ, അതിന് പകരം നീ